ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഏറ്റവും എളുപ്പത്തിൽ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ബീഫ് കബ്സയുടെ റെസിപ്പിയാണ് കേട്ടോ. ശരിക്കും ഒത്തൻറ്റിക് അറബിക് റെസിപ്പി എന്ന് പറയുന്നില്ല, പക്ഷെ എന്നാലും നമ്മുടേതായിട്ടുള്ള രീതിയിലൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണിത്. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യേണ്ട കാര്യം മറക്കരുത്. ആദ്യം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ അളവിൽ ബീഫാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിയ നമ്മൾ ബിരിയാണിക്കൊക്കെ മുറിക്കുന്ന പോലത്തെ ആ ഒരു വലിയ പീസായിട്ടാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് എല്ലോട് കൂടിയിട്ടുള്ള പീസാണ്. ഇതൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്ക, അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ അറബിക് മസാല കേട്ടോ, നമ്മൾ കപ്സൊക്കെ എടുക്കുന്ന ഒരു മസാല എടുത്താൽ മതിയാകും. അതുപോലെ ഒരു ചിക്കൻ സ്റ്റോക്ക് മാഗിയുടെ ക്യൂബാണ് എടുത്തിട്ടുള്ളത്, അത് പൊടിച്ചിട്ട് കൊടുക്കുക. പാകത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ വെള്ളം കൂടെ ചേർത്തിട്ട് മിക്സ് ആക്കിയിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ആദ്യത്തെ ഒരു വിസിൽ വരുന്നേരം നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. അത് കഴിഞ്ഞിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കൂടെ മതിയാവും. ഓരോ ബീഫിൻ്റെ വേവിനനുസരിച്ചിട്ട് മാറ്റം ഉണ്ടാവും. എന്തായാലും അതവിടെ വെന്ത് വരട്ടെ. ഇനി ചോറുണ്ടാക്കുന്ന ഒരു പാത്രത്തിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ചൂടാവുന്ന സമയത്ത് ഇത്തിരി പട്ട, ഗ്രാമ്പു, ഏലക്ക, കുറച്ച് കുരുമുളകും കൂടെ ചേർത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് അത്യാവശ്യം വലിയ ഒരു സവാള കൊത്തിയരിഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. വളരെ ചെറുതൊക്കെയാണെങ്കിൽ 2 എടുത്താൽ മതിയാകും, അല്ലെങ്കിൽ 1 തന്നെ മതിയാവും കേട്ടോ. അപ്പോൾ അതൊന്നങ്ങ് വഴറ്റിയെടുക്കാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചിട്ട് കൊടുക്കുക. ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും ചെറിയ പീസ് ഇഞ്ചിയും 2 പച്ചമുളകും മതിയാകും. നമ്മൾ ബിരിയാണിക്കൊക്കെ എടുക്കുന്ന അത്ര കൂടുതലൊന്നും വേണ്ട, ചെറിയൊരു ഫ്ലേവറിന് വേണ്ട. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കാം. ഈ സമയത്ത് തന്നെ ഒരു 3-4 പച്ചമുളക് മുഴുവനായിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതങ്ങ് മിക്സ് ആക്കി എടുക്കുക. പിന്നെ ഒരു മീഡിയം സൈസിലുള്ള 2 തക്കാളി നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കണം, അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ആക്കി എടുക്കുക. തക്കാളി അത്യാവശ്യം നന്നായിട്ട് തന്നെ വഴറ്റി കിട്ടണം കേട്ടോ. അതായത് ആ ഒരു എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന രീതിയിൽ തന്നെ ആവണം. അതിന് മുൻപ് മസാലയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇതുപോലെ വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്കൊരു 2 ചെറിയ ഉണക്കനാരക ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല വലുതൊക്കെ ആണെങ്കിൽ ഒന്നായാലും മതിയാകും. അതിൻ്റെ കൂടെ തന്നെ ഒരു പീസ് മാഗി ക്യൂബ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതിലേക്കുള്ള മെയിൻ മസാലപ്പൊടി എന്ന് പറയുന്നത് ഈ ഒരു അറബിക് മസാലയാണ് കേട്ടോ. കപ്സ മസാലയൊക്കെ ആയിട്ട് വാങ്ങിക്കുന്ന അതായാലും മതിയാകും. അത് ചേർത്ത് നല്ലോണം മിക്സ് ആക്കുക. അതിൻ്റെ കൂടെ തന്നെ ചുക്കുപൊടി കയ്യിലുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ അതോടെ ചേർത്ത് എടുത്തിട്ട് വേണം മിക്സ് ആക്കി എടുക്കാൻ. എല്ലാം കൂടെ നല്ലൊരു മണം വരുന്ന സമയത്ത് ഒരു 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടെങ്കിൽ അതോടെ ഇട്ടിട്ട് മിക്സ് ആക്കി എടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ബീഫൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നോക്കിയിട്ട് ബീഫ് വേവ് കുറവാണെങ്കിൽ ഒന്നുകൂടെ വിസിലൊക്കെ കൊടുത്ത് വേവിക്കണേ. കാരണം ഈ ഒരു കപ്സയിൽ എന്ന് പറയുമ്പോൾ ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ആ ഒരു ബീഫ് വേവിച്ച വെള്ളം നമ്മൾ ഇപ്പോൾ തന്നെ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അതിൻ്റെ അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എടുക്കുന്ന അരിക്ക് അനുസരിച്ച് വെള്ളം നോക്കണല്ലോ. അപ്പോൾ അതിന് ഈ ഒരു സ്റ്റോക്ക് ആദ്യം ഒഴിച്ചു കൊടുക്കുക, ബാക്കി വെള്ളം ഒഴിച്ചാൽ മതിയാകും. ആദ്യം ഈ ഒരു ബീഫ് വേവിച്ചിട്ടുള്ള വെള്ളം ചേർത്തിട്ട് ഒരു 3-4 മിനിറ്റ് നമുക്ക് ചെറിയ തീയിലൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ 2 കപ്പ് അളവിലാണ് ഉണ്ടായിരുന്നത്, കറക്റ്റ് അളന്ന് ഒഴിച്ചിട്ടുണ്ട്. ഇനി അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം അവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്കും ആ ഒരു മസാലയൊക്കെ ഒന്ന് സെറ്റായി കിട്ടിക്കോളും. ഇനി ഇതിലേക്കുള്ള അരി നമ്മൾ 1 മണിക്കൂർ മുമ്പേ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സെല്ല ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. നോർമൽ ബസ്മതി ഇതിന് അത്ര നന്നാവില്ല. അതുപോലത്തെ സെല്ലേൻ്റെ കുറച്ച് നമ്മൾ മന്തിക്കൊക്കെ എടുക്കുന്ന ആ ഒരു റൈസ് തന്നെയായിരിക്കും നല്ലത്. അപ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് 1 മണിക്കൂർ കുതിർത്ത് വെക്കാം. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള കണക്കിലാണ്. അപ്പോൾ 4 കപ്പ് അരിക്ക് നമുക്ക് മൊത്തം ഒരു 8 കപ്പ് വേണം. ശരിക്കും ഒരു 8 കപ്പ് വേണ്ട, ഒരു 7.5 കപ്പ് മതിയാവും. ഒരു 1/2 കപ്പ് അളവ് കുറച്ച് മതിയാവും. അപ്പോഴേക്കും കറക്റ്റ് വേവ്. നന്നായിട്ട് വേവണം എന്നൊക്കെയുണ്ടെങ്കിൽ 1/2 കപ്പും കൂടെയൊക്കെ കൂടുതൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഓൾറെഡി ബീഫ് വേവിച്ച വെള്ളം ഒരു 2 കപ്പ് എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള വെള്ളം ഇതിൽ ചേർത്താൽ മതി. ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യമുള്ള ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് വെള്ളം തിളച്ച് വരുന്ന സമയത്ത് ഊറ്റി വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അങ്ങ് തിളച്ച് വന്നോട്ടെ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഓയിലൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ആദ്യമേ ഓയിൽ അത്യാവശ്യം എല്ലാത്തിനും കൂടെ കൂടിയിട്ടുള്ള അളവിലാണ് എടുത്തിട്ടുള്ളത് മൊത്തത്തിൽ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് അങ്ങ് തിളച്ച് വന്നിട്ട് അടച്ചു വെച്ചാൽ മതി കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം ഒന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരുന്നോട്ടെ. ചെറുതായിട്ട് ഇതുപോലെ വെള്ളം വറ്റി തുടങ്ങുന്ന സമയത്ത് തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ബാക്കി അങ്ങ് വറ്റിച്ചെടുത്താൽ മതിയാവും. അങ്ങനെ ആവുന്ന സമയത്ത് ഒരുപാട് കുഴഞ്ഞു പോവാതെയും അരി പൊട്ടിപ്പോകുന്ന ചെയ്യാത്ത നല്ല ചോറായിട്ട് കിട്ടിക്കോളൂ കേട്ടോ. നമ്മൾ ആദ്യം മുതലേ ചെറിയ തീയിലങ്ങ് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ കുഴഞ്ഞ ഒരു ടൈപ്പിലായി പോകും. അപ്പം ഈ ഒരു വെള്ളം വറ്റി തുടങ്ങുമ്പോൾ പിന്നെ ചെറിയ തീയിൽ വെച്ചിട്ട് ബാക്കി കൂടെ അങ്ങ് വറ്റിച്ചെടുത്താൽ മതിയാകും. ഇപ്പോൾ ഇതാ ഈ ഒരു രീതിയിലായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇത്തിരിയൂടെയൊക്കെ മസാല ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ കുറച്ചുകൂടെ അറബിക് മസാല ഒരു ഇത്തിരി വിതറി കൊടുക്കാം കേട്ടോ. അതിന് മേലെ കൂടെ കുറച്ചുകൂടെ പച്ചമുളകൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് നല്ലൊരു സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പീസ് ചാർക്കോൾ കത്തിച്ചിട്ട് അതിന് മേലേക്ക് ഒരു ഇത്തിരി ഒലിവ് ഓയിൽ ഉറ്റിച്ചിട്ട് അല്ലെങ്കിൽ നോർമൽ ഓയിൽ ഉറ്റിച്ചിട്ട് ഒന്നങ്ങ് പുക വരുമ്പോൾ നന്നായിട്ട് കവർ ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് അവിടെ വെക്കാം കേട്ടോ. തീ കത്തിക്കൊന്നും വേണ്ട, അവിടെ ഇരുന്നോട്ടെ. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. കാരണം ഇനി ഇതിൽ കൂടുതൽ വെള്ളം വറ്റാനൊന്നുമില്ല, ഒന്നങ്ങ് സെറ്റായി കിട്ടാനേ ഉള്ളൂ. അപ്പോൾ ആ ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് ഇളക്കിയെടുക്കുമ്പോഴേക്ക് ഈ ഒരു രീതിയിലായിട്ടുണ്ടാവും കേട്ടോ. നല്ല കൂടുതൽ ഒട്ടിപ്പോകുന്നു ചെയ്യാത്ത നല്ല അടിപൊളി ചോറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടാവും. ശരിക്കും ഈ ഒരു കപ്സൊക്കെ നല്ല ചൂടോടുകൂടി തന്നെ മിക്സായി കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റിനാണ് കേട്ടോ. പ്രത്യേകിച്ച് ബീഫും കൂടെ ആവുന്ന സമയത്ത് കുറച്ചുകൂടെ നല്ലതാണ്. ബീഫ് കപ്സ എന്ന് പറയുമ്പോൾ ചിക്കനൊക്കെ കുറച്ചുകൂടി നന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന റെസിപ്പി തന്നെയാണ്. ഞാൻ ചെയ്യുന്ന ഒരു രീതി ഇത്രയാണെന്നുള്ളൂ കേട്ടോ. ഒത്തൻറ്റിക് ആയിട്ടുള്ള കപ്സ റെസിപ്പി എന്നല്ല, നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞില്ല അതുപോലെ അതാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ എന്തായാലും എന്നത്തെയും പോലെ തന്നെ നല്ല നല്ല റെസിപ്പീസായിട്ട് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്